ജുമയ്ക്ക് മുമ്പ് മലയാളത്തിൽ പ്രസംഗിക്കൽ ഹറാമാണെന്നും കറാഹത്താണെന്നും ഫത്വ കൊടുക്കുന്ന സംഘടനാ വിഭാഗങ്ങളിലൂടെ ഉള്ളപ്പോൾ ധൈര്യത്തോടുകൂടി ഇറങ്ങി. ജുമയ്ക്ക് മുമ്പ് മലയാളത്തിൽ ജനങ്ങൾക്ക് കാലിക വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കൽ ഇമാമിങ്ങളുടെ ബാധ്യതയാണെന്ന് ഇന്നും അന്നസീമിനകത്ത് കിടക്കുന്നുണ്ട് ആ ഫത്വ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ അഭിമാനത്ത്. അതുകൊണ്ടിട്ട് എന്ത് സംഭവിച്ചു ഇവിടെ? ഈ വളർന്നു വരുന്ന ബിദഈ പ്രസ്ഥാനക്കാരുടെ ചങ്കിനല്ലേ കത്തിയിറങ്ങിയത്. ഈ നിലയ്ക്ക് ശാന്തമായി ബിദ്അത്തിനെ എതിർത്തുകൊണ്ടും സമുദായത്തിന് സുന്നത്ത് ജമാഅത്തിലേക്ക് നീക്കിക്കൊണ്ടും വളരെ ശാന്തമായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിനോട് തുല്യതപ്പെടുത്താൻ ഇപ്പം അടുത്തുണ്ടായൊരു സംഭവം പറയാം. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്നിട്ടല്ലേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവാക്കൾക്ക് പ്രവർത്തിക്കാൻ ഇതിന് വേദി, ഉലമാക്കൾക്ക് പ്രവർത്തിക്കാൻ വേദി, മുത്താലിമ്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേദി, മഹല്ല് കമ്മിറ്റിക്കാർക്ക് പ്രവർത്തിക്കാൻ വേദി. എന്നിട്ടും അന്വേഷിച്ചു പോവുകയാണ് ഇനി ഏത് സംഘടനയുള്ള എങ്ങോട്ടാ പോകണ്ടേ? എൻ്റെ ബഹുമാനികളെ, ഓരോ മാസവും